സർ, ഈ കോറോ ഹെൽത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവം നമ്മൾ മാധ്യമങ്ങൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. 800-ഓളം പേരെ പിരിച്ചുവിട്ടു. അതെ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാ, സാർ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, അതുപോലെ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയാണ്. അപ്പൊ സാറിന് ഈ വിഷയങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാർ പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സാർ ഈ 900 ജീവനക്കാർ ഒരു കാരണവശാലും ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ പിരിച്ചുവിട്ടത്? വളരെ ലളിതമാണ്. ലാഭം 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 മാത്രമാണ്. അതിന്റെ കഴുത്തറപ്പൻ കോമ്പറ്റീഷനിൽ കൂടിയാണ്. ഇതിന് താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് മാനങ്ങളുണ്ട്. നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പലപ്പോഴും ചിരി വരും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഷെഡ്യൂളിലൂടെ പോകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കൽ എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കമ്പനി തന്നെ എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത് ഇപ്പോൾ കൊച്ചി, കാലിക്കറ്റ്, കോയമ്പത്തൂർ, നോയിഡയിലുള്ള കമ്പനിയാണ് ഇപ്പൊ തന്നെ. അപ്പൊ അവരിപ്പോ പുതിയൊരു സെന്റർ കൂടി വേറെ യു-പിയിൽ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ ബിസിനസ് പ്രശ്നങ്ങളോ ലോസോ ഒന്നുമില്ല. കാരണം ഇപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് 1000 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് കോറോ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിന്റെ ആസ്ഥാനം യഥാർത്ഥത്തിൽ മറ്റേ ടെക്സാസിലാണ്, അമേരിക്കയിലെ ടെക്സാസിലാണ് ആസ്ഥാനമുള്ളത്. ചെറിയ കമ്പനിയല്ല, അവർ വലിയ കമ്പനിയാണ്. ഈ 1000 കോടി രൂപ ടേൺ ഓവർ അല്ല കേട്ടോ. ഇതിന്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ജനം ഞെട്ടും. അപ്പൊ ഇപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിൽ പലതരത്തിലുള്ള ഇവർക്ക് വർക്ക് കൊടുക്കുന്നത് വേറെ ആളുകളാണ്. ഇതൊരു ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്കാണ്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അതുപോലെയുള്ള വർക്കാണ്. അവരുടെ വിഷൻ തന്നെ പറയുന്നത് ഒരു ടു റീക്ലെയിം ദ ലാസ്റ്റ് റവന്യൂ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് എന്നൊക്കെയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. നിങ്ങൾക്കൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നറിയില്ല. ഇപ്പൊ അവിടെ വരുന്ന ഹോസ്പിറ്റലുകളിൽ വരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വർക്കാണ് ബേസിക്കലി. അതുമായി ബന്ധപ്പെട്ട നേരെ ഒരുപാട് വർക്കുകളുണ്ട്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഡ്രൈ ആയതുകൊണ്ട്. അപ്പൊ അവിടെ അവരെ സംബന്ധിച്ചോളം ഇപ്പൊ അവരുടെ റവന്യൂവിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ റവന്യൂവിൽ ഒരു കുറവുണ്ടായി. ഇപ്പൊ ഒരിടക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ 10 പേരെ ഒരു പ്രൊജക്ട്, ഇപ്പൊ IT കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ 10 പേര് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, അവര് 20 പേരെ വെക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അത്രയും വലിയ പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടും. പക്ഷേ ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അകലെ അറിയേണ്ടത് ഒരു ദിവസം അങ്ങനെ നീണ്ടുപോയാൽ, അതായത് ഇപ്പൊ നമ്മള് ജൂലൈ 20-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞാൽ 21-ാം തീയതി ആയി പോയാൽ നിങ്ങൾ അങ്ങോട്ട് വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അവരൊരു റിസ്ക് കൊടുക്കൂല. ഇതിൽ ആർക്കെങ്കിലും തലവേദന വന്നാലോ, പനി വന്നാലോ, ഇനി കൊറോണ ബാധിച്ചാലോ, ഇനി എന്ത് സംഭവിച്ചാലും ഇത് തീരണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, 10 പേരെന്നുള്ളവരോട് ചിലപ്പോൾ 20-30 പേരെയൊക്കെ വെച്ച് കളയും. എന്ന് പറഞ്ഞാൽ അന്ന് അപ്പൊ 10 പേര് ഉഴപ്പായിരിക്കും, 10 പേരായിരിക്കും പണിയെടുക്കണം, ബാക്കി 10 പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇത്രയൊക്കെ ഉള്ളു, അവർക്കത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ ഇത്തിരി കൂടി കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സാധ്യതകളുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ഒരു എക്സ്പെൻസ് ചുരുക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും പരീക്ഷിക്കും. അപ്പൊ നിങ്ങളിപ്പോ മറ്റ് സ്റ്റേറ്റുകളിൽ പോയാൽ നിങ്ങളുടെ എക്സ്പെൻസ് കുറച്ചുകൂടി കുറവായിരിക്കും. കാരണം ഇത്രയും ശമ്പളം കൊടുക്കണ്ട, ഇത്രയും പ്രശ്നങ്ങൾ എന്ത് ചെയ്യണ്ട, കൊടുക്കേണ്ട, അതൊക്കെയാണ്. ഇപ്പോഴും അവിടെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അവർ റീലൊക്കേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോൾ ഏതാണ്ട് 20-23% ആളുകൾക്ക് 30,000 രൂപ കൂടുതൽ പാക്കേജ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? 30,000 കൂടുതൽ എന്ന് പറഞ്ഞാൽ അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാൻ. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വേണം എന്ന ആവശ്യമുള്ള ആളുകളെ ഇവർ പിടിച്ച് നിർത്തുന്നുണ്ട്. അല്ലാത്ത ആളുകളെ ഇവർ പറഞ്ഞോളൂ. കാരണം വെച്ചാൽ അത് സാധാരണക്കാരായിട്ടുള്ള ഒരു മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് റീപ്ലേസ് ചെയ്യാം, കുറച്ചുകൂടി എഫിഷ്യൻസി കുറഞ്ഞതാണ് എന്നൊക്കെ തോന്നുന്ന ആളുകൾ അവർ ഉറപ്പായിട്ടും പിടിച്ചു നിർത്താൻ അല്ല അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞുവിടുകയും അല്ലാത്ത ആളുകളെ പിടിച്ചു നിർത്താൻ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. ഞാനിപ്പോ ആ കുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല ഇടാ. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നറിയാം? പ്രശ്നം ഈ നാട്ടിൽ പല സമരങ്ങളും കിടന്നുണ്ട്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 ഫെബ്രുവരിയിൽ ഒരു വലിയ ഒരു സ്ട്രൈക്ക് നടന്നിരുന്നു. അതായത് കേരളത്തിലെ സെൻട്രൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടിയിട്ടുള്ള ഒരു സമിതിയാണ് സ്ട്രൈക്ക് നടന്നത്. ആ സ്ട്രൈക്ക് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ അഖിലെ പോലെയുള്ളതോ ഈ മറ്റേ കോറോ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ ബാക്കിയുള്ളവരോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ, നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് പൊളിറ്റിക്സും മറ്റേ ഈ ഇതുമൊക്കെ നമ്മളെന്തിനും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ മൈൻഡ് ചെയ്യണത്. ഹർത്താലൊക്കെ വെച്ചാൽ എന്തൊരു അളിപ്പാണ് ഉമ്മരി കാണിക്കണതൊക്കെ ഒന്നും. സത്യത്തിൽ അന്ന് 2020 സമരം ചെയ്തത് ഈ ലേബർ ലോക്കെതിരാണ്. ഈ ലേബർ നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം വരുത്തിയത് മുഴുവൻ ഇത്തരത്തിലുള്ള കുത്തകകൾക്ക് അനുകൂലമായിട്ടാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 100 പേരെ മറ്റേ മുൻകൂട്ടി ഗവൺമെന്റ് അനുമതി മേടിക്കാതെ പിരിച്ചുവിടാൻ നിയമം ഉണ്ടായിരുന്നു ലേ ഓഫിന്. ഇപ്പൊ അത് 300 പേരാണ്.
മനസ്സിലായി. ഇത് പൂർണ്ണമായിട്ടും ഞാൻ ഗവൺമെന്റിനെ പോലും കുറ്റപ്പെടുന്നില്ല. കാരണം ആഗോളതലത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിയതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലേക്ക് ജോലി കിട്ടുക. ഇന്ത്യയിലും ഇപ്പൊ ഇതുപോലെ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമം മാറ്റി കൊടുത്തു. അപ്പൊ ആ നിയമം മാറ്റിയതിനെതിരെയാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ CIT ഒക്കെ സമരം ചെയ്തത്. ഇവിടെ 2022 മാർച്ച് 28, 29 തീയതികളിൽ നമ്മുടെ ഇവിടെ ഒരു ഹർത്താൽ നടന്നു. ആ ഹർത്താൽ നടന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ ഹർത്താൽ അക്രമാസക്തമായി എന്ന് പറഞ്ഞാൽ അവരുടെ വെക്കിട്ട് കയറി. ഹർത്താൽ അക്രമാസക്തമായി, ഞാനടക്കം അതിനെ അനുകൂലിക്കുന്നില്ല. കാരണം ഒരു ഓട്ടോറിക്ഷക്കാരനെ മുഖമടിച്ച് ചോരയൊക്കെ വരുത്തി, അവൻ അമ്പലത്തിലായിട്ട് കൊണ്ടുപോയതാണ് കുടുംബമായിട്ടായിട്ട്, അവനെ മുഖമടിച്ച് ചോരയൊക്കെ വരുത്തി. അതിനുശേഷം നമ്മുടെ എളമരം കരീം എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നടത്തിയ വലിയ വിവാദമായി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു വലിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹർത്താൽ നടക്കുന്നത്. അപ്പൊ അതിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അത് നിങ്ങൾ ഈ പിച്ചി മാന്തി ചിക്കി എന്നൊക്കെ പറഞ്ഞ് വരരുതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വിനു വി ജോൺ നേരെ ഇരുന്നിട്ട് പറഞ്ഞ്, ഈ ചിക്കി മാന്തി പിച്ചി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ എളമരം കരീമിനെ പിടിക്കണമായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖമിടിച്ച് ചോര വരുത്തണമായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കാണ് ഇത് പറ്റിയതെങ്കിൽ ഇത് പറയുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പിറ്റേ ദിവസം CIT-കാർ വീണ്ടും കമ്പും കോലും കൊടിയൊക്കെ കുത്തിവെച്ച് നേരെ ഏഷ്യാനെറ്റ് ഓഫീസിന് ഫ്രണ്ടിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇറങ്ങി പാടാ മറ്റേ വിനു വി ജോണെ എന്നൊക്കെ പറഞ്ഞു. എറണാകുളത്തൊക്കെ വന്ന് വിളിച്ചു. എറണാകുളത്ത് വിനു വി ജോണല്ലോ, പുള്ളി തിരുവനന്തപുരത്ത് ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് പുള്ളിനൊന്നും കണ്ടില്ല. പക്ഷെ സംഭവം തിരിച്ചുപോയി. പക്ഷെ ഈ സംഭവം മൊത്തത്തിൽ നമ്മുടെ മീഡിയകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നരേറ്റീവ് എന്നാ ഈ സമരം ചെയ്യുന്നവരൊക്കെ വെറും പൊട്ടന്മാരാണെന്നാണ്. ഈ കൊറോണ കാലത്തിൽ എംപ്ലോയീസ് ഇപ്പൊ അത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അന്ന് ആ പാവങ്ങൾ അവിടെ സമരം ചെയ്തത്. ശരിയാണ്, അവരുടെ ഹർത്താൽ അക്രമാസക്തമായ അത് തെറ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ സമരത്തെ മൊത്തത്തിൽ തന്നെ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരത്തെയും രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യത്തെയൊക്കെ ഇവര് പുച്ഛിച്ച് തള്ളി. ഈ പുച്ഛിച്ചതിന്റെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മാർട്ടിൻ നിയോമുള്ളവരുടെ വലിയൊരു സെയിങ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനിവിടെ പറയുന്നില്ല. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനപ്പോ ഒന്നും പറഞ്ഞില്ല. ആര്? നാസി പട്ടാളത്തിനെതിരെയാണ്, ഹിറ്റ്ലറുടെ ഭരണകൂടത്തിനെതിരെയാണ്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. അപ്പൊ ഞാൻ പേടിച്ചില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു? പിന്നെ അവര് ജൂതന്മാരെ തേടി വന്നു. അപ്പൊ ജൂതന്മാരെ തേടി വന്നപ്പോഴും ഞാൻ പേടിച്ചില്ല, കാരണം ഞാൻ ജൂതൻ അല്ലല്ലോ എന്നുള്ളതാണ്. അതിനു മുമ്പ് അദ്ദേഹം പറയുന്നത് ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. അന്നേരവും ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റുകളെ പേടിക്കാനുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവർ വന്ന് എൻ്റെ ഡോറിൽ മുട്ടി. അന്നേരം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ്. ഇതൊരു പാസ്റ്ററാണ്. അദ്ദേഹം ആദ്യം ഈ നാസി ഭരണകൂടത്തെ അനുകൂലിച്ചിരുന്ന ആളാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞില്ല. അതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ സംഭവിച്ചേക്കണത്. ഈ കൊറോഹലത്തിലെ ആളുകൾ ഇനി കൈകാലിട്ടടിച്ചൊന്നും കാര്യമില്ല. ഞാൻ വിചാരിക്കുന്നത് അവരിപ്പോ 300 പേരിലധികം 800 പേരെ പിരിച്ചുവിട്ടു. ഈ 800 പേരെ പിരിച്ചുവിട്ടത് ഞാൻ തുറപ്പിച്ച് ഇപ്പൊ താങ്കളോട് പറയുന്നു, അത് കോൺട്രാക്ച്വൽ ലേബേഴ്സ് ആയിരിക്കും. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് തോന്നുമ്പോൾ പിരിച്ചുവിടാം. അപ്പൊ ഇതിന് മുന്നേ സാർ ഒരു സംശയമാണ്. അപ്പൊ ഇതില് വാർത്തയിൽ പറയുന്നുണ്ട് ഇതിന് മുൻപുണ്ടായിരുന്ന ജീവനക്കാരെ ഇങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിട്ടില്ലെന്ന്. അല്ല, ഇതിന് മുമ്പ് ഉണ്ടായ ജീവനക്കാരെയും ഇവര് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ടെക്സാസ് വരെ ചോദിക്കാൻ പറ്റും. ഇവിടെയുള്ള എല്ലാരും ജോലിക്കാരാണ്. അഖില, നിങ്ങൾ എവിടെ ടെക്സാസിൽ പോവോ ചോദിക്കാനായിട്ട്? ഓക്കെ, അന്നൊരു കാര്യം ചെയ്യാം, 2.5 ലക്ഷം രൂപ എടുത്ത് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഒരു 25,000 രൂപ കിട്ടാണ്ടല്ലോ, എങ്ങനെയാണെന്ന് ചോദിക്കുക. ചോദിച്ചവര് തരും. എവിടെ പോയി ചോദിക്കൂത്? ഒന്ന്. ഇനി ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇപ്പൊ പിന്നെ അടുത്തത് പറയണ പെട്ടെന്ന് അവരെ പിരിച്ചുവിടും. പെട്ടെന്ന് ഇവര് പിരിച്ചുവിടുള്ളൂ. കാരണം എന്താണെന്നറിയാം, ഇവര് സിസ്റ്റത്തിലേക്ക് ഒരു ആക്സസ് കൊടുക്കാൻ പറ്റില്ല ഇവർക്ക്. നിങ്ങളെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ട് 1 മാസത്തേക്ക് ജോലി ചെയ്തു എന്ന് പറയാവുന്ന ഒരു പണിയല്ല ഇത്. കാരണം വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 10-25 പേരുടെ സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്ത് ചെയ്യും? മനസ്സിലായി? ഇത് നേരത്തെ നമ്മുടെ VK മാത്യൂസിന്റെ കമ്പനി ഉണ്ട്, IBS ഇതേപോലെ തന്നെ പണ്ടൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര എല്ലാവരും ചാടി എണീറ്റ് എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത്. ഇവര് പിന്നെ അത്രയും വൃത്തികേട് കാണിച്ചിട്ടില്ല. ഇവര് ID കാർഡ് മേടിച്ചിട്ടില്ല, മറ്റവര് ID കാർഡും കൂടി ഇവര് മേടിച്ചു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും പുറത്ത് പോയിക്കോ, പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ക്ലയൻസ് ഏവിയേഷൻ ബിസിനസ് എടുത്തവരാണ്. അതായത് ഈ ഇവിടെ നിന്നുള്ള വലിയ ഏവിയേഷൻ കമ്പനികളുടെ സോഫ്റ്റ്വെയർ അവരാണ് ഡീൽ ചെയ്യണം. അതായത് ഫ്ലൈറ്റ് എപ്പോൾ പൊങ്ങണം, എപ്പോൾ താഴണം, എപ്പോൾ ഇതാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ വല്ല തിരുത്തലും വരുത്തിയ അകലും ഉദ്ദേശിക്കുന്ന പോലെ പണിയായി പോകും. അത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനി അവര് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിടുകയുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ പിരിച്ചുവിടാന്ന്, നിങ്ങളെ പിരിച്ചുവിട്ടിട്ട് അവിടെ ഇരുത്തോ ശമ്പളം തരാന്ന് പറയും, ബെഞ്ചിൽ ഇരുത്താന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ബിന്ദു കൃഷ്ണ ചെന്ന് സംസാരിക്കാൻ പോകുന്നു. ആര്? കേരളത്തിന്റെ തൊഴിൽ മന്ത്രി. അതുപോലെ ഉമാ തോമസ് എന്ന് സംസാരിച്ചു. ഇവരൊക്കെ ചെന്ന് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു തൽക്കാലം ഇത് ഞങ്ങൾ പെൻഡിങ്ങിലും ഒക്കെ ഇപ്പൊ മരവിപ്പിക്കണേ എന്ന് പറഞ്ഞു. അതായത് ഈ പുറത്താക്കുന്ന പരിപാടി മരവിപ്പിക്കണേന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവര് നിലപാട് പറ്റി, അവരപ്പം തന്നെ പറഞ്ഞു വിട്ടു. കാരണം എന്താ? ഇത് ടെക്സാസിൽ നിന്നുള്ള മെയിലിംഗ് ആയിട്ട് വരുന്നതാണ്. അല്ലാതെ ഇവിടെയുള്ള ആളുകൾക്കൊന്നും തീരുമാനം എടുക്കാനൊന്നും
പറ്റില്ല. പറ്റില്ല. പിന്നെ ഈ കമ്പനി ഏതാന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് ഇതിന്റെ വലിപ്പം എന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ അവിടെയൊക്കെ ചെന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ. ഈ കമ്പനിയുടെ പേഷ്യൻ സ്ക്വയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനി 2020 തുടങ്ങിയ കമ്പനിയും ഇതിന്റെ പാരന്റ് കമ്പനിയാണ്. അതുകൂടാതെ കാർലൈൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു രണ്ട് കമ്പനികൾ, ഈ രണ്ട് കമ്പനികൾ കൂടിയാണ് ഇത് ചേർന്നേക്കണം. യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള കാർലൈൻ ഗ്രൂപ്പാണ്. ഈ കാർലൈൻ ഗ്രൂപ്പ് അവർക്ക് വേണ്ടി ഇത് പേഷ്യൻ സ്ക്വയർ എന്ന് പറയുന്നത് 2020 തുടങ്ങിയ കമ്പനിയാണ്. അതേ 2020 തന്നെയാണ് ഈ കോറോ ഹെൽത്ത് എന്ത് ചെയ്തേക്കുന്നത്, തുടങ്ങിയേക്കണം. ഈ പേഷ്യൻ സ്ക്വയറിന്റെ ഇത് എത്രയെന്ന് അറിയാമോ? അവരുടെ വരുമാനം 19 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ 1.81 ലക്ഷം കോടി രൂപയാണ്. അവർക്ക് ദുബായിലടക്കം വേറെ സ്ഥലങ്ങളിലുണ്ട്. അവരാണ് ഇതിന്റെ പാർട്ണർമാരിൽ ഒരാൾ. അല്ല, ഇപ്പൊ തന്നെ അഖില ഞെട്ടിയെങ്കിൽ ഞാൻ അടുത്തത് പറയാനുണ്ട്. ഞെട്ടല്ലേ, മുഴുവൻ ഞെട്ടി തീർക്കരുത്. അടുത്തത് പറയാനുണ്ട്. അടുത്തത് കാർലൈൻ ഗ്രൂപ്പ് ആണല്ലോ. കാർലൈൻ ഗ്രൂപ്പിന്റെ ആസ്ഥാനം വാഷിങ്ടൺ DC ആണ്. മറ്റവരുടെ ന്യൂയോർക്കാണ്. ഇവരുടെ ഈ വാഷിങ്ടൺ DCയിലുള്ള ഇവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 475 ബില്യണേ ഉള്ളൂ. 475 ബില്യൺ എന്ന് പറഞ്ഞാൽ 45,23,000 കോടി രൂപ. കേരളത്തിന്റെ ബഡ്ജറ്റ് ആകെ 2.25 ലക്ഷം ഉള്ളു കേട്ടോ. കേരളത്തിന്റെ ബഡ്ജറ്റ് 2.25 ലക്ഷം ഉള്ളു. അതിലൊരു മന്ത്രിയാണ് ഏത്, ബിന്ദു കൃഷ്ണ. കാറെടുത്ത് ഇന്നോവയൊക്കെ എടുത്ത് ചെല്ല, അവിടെ ചെന്ന് പറയാം. അപ്പൊ ബാക്കി ഇവരുടെ വേറെ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ ഇപ്പൊ പറഞ്ഞ ബോറിംഗ് ആവും. ഞാൻ അതുകൊണ്ട് പറയത്തില്ല. കാരൻ ഹെൽത്തിന്റെ ഒക്കെ MD സംബന്ധിച്ച് കേരളത്തിലൊരു മന്ത്രി എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിടന്ന് നമ്മൾ കൈകാലിട്ടടിച്ചിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും CATUക്കാരും ഒക്കെ മനസ്സിലാക്കണം, ഇവിടെ ട്രേഡ് യൂണിയനുകൾ ഇൻഫോ പാർക്കിനകത്തും ടെക്നോ പാർക്കിനകത്തും ഒക്കെ വേണം എന്ന് പറഞ്ഞ് പഴയ പോലെ മറ്റേ ലോഡറക്കാതെ നോക്കൂലി മേടിക്കാനല്ല. പക്ഷെ കൃത്യമായ ട്രേഡ് യൂണിയനുകളും സംവിധാനവും ഉണ്ടാക്കി നമ്മൾ ഇതിനെ ചെറുക്കണം. ഇന്ത്യ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ തുടങ്ങിയെന്നു. ഇനിയിപ്പോ ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ BJPക്കെതിരായ കുറ്റം മാത്രമല്ല, ഇത് തുടക്കൂട്ടതാരാന്നറിയാമോ? മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലത്ത്. അതിനും 1990കളിൽ കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് തന്നെ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തുടക്കമുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഗുണം ചെയ്യും ആഗോളവൽക്കരണം. ഞാൻ അന്ന് ഇപ്പോഴും ഒരു MBAയുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ പങ്കെടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ പങ്കെടുക്കുന്ന ഒരു കാലമുണ്ടായി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ പങ്കെടുത്തൊരു MBA അഡ്മിഷൻ ഓർക്കുന്നുണ്ട്. ഈ ഗ്ലോബലൈസേഷൻ വേണോ വേണ്ട എന്നുള്ളതായിരുന്നു ഡിബേറ്റ്. ആ ഡിബേറ്റിൽ എല്ലാവരും ഇങ്ങനെ കത്തിക്കേറി പറയുകയാണ്, അതായത് ഗ്ലോബലൈസേഷൻ വേണം, അതാണ് ഇതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിത് ബുദ്ധിപരമായിട്ട് എനിക്കറിയായിരുന്നു, എല്ലാവരും ഇതിനെ ഗുണം പഠിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗുണവും ദോഷവും ഒരുപോലെ പഠിച്ചിട്ടേ നിന്നേക്കണം. അതായത് ഭൂരിപക്ഷം ദോഷമാണ് പറയണമെങ്കിൽ ഞാൻ ഗുണം പറയണം. കാരണം ഞാൻ ഈ ഡിബേറ്റിലുള്ള ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഡിബേറ്റിൽ ഞാൻ പറയണതിന് അധികരിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ അഭിപ്രായത്തിന് ചുറ്റും കിടന്ന് കറങ്ങിയാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു പയ്യനിരുന്ന് ഗംഭീരമായിട്ട് അവൻ പറഞ്ഞു. അപ്പൊ ഇരക്ക് എനിക്കറിയാം, അവനിപ്പോ വലിയ ഉദ്യോഗസ്ഥനാണ് കേട്ടോ, ഒരു മൾട്ടിനാഷണൽ കമ്പനി. അപ്പൊ അവനെ ഗംഭീരമായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഗ്ലോബലൈസേഷൻ ഗുണം ഇതാണ്, കാരണം എല്ലാവരും കോമ്പീറ്റ് ചെയ്യട്ടെ, എല്ലാവരും മത്സരിക്കട്ടെ, എല്ലാവർക്കും ഒരുപോലെ അല്ലേ എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച്, ബാക്കി ഇപ്പുറത്തൊരു ലേഡി എഴുന്നേറ്റ് അത് തന്നെ തകർത്ത് എന്ന് പറഞ്ഞാൽ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തകർത്ത്. ഞാൻ പറഞ്ഞ് അതല്ല യാഥാർത്ഥ്യം. ഗ്ലോബലൈസേഷൻ ഒക്കെ നല്ലത് തന്നെയാണ്, ഞാൻ അതിനെ അനുകൂലിക്കുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഗ്ലോബലൈസേഷന്റെ പുറത്ത് റെസ്ട്രിക്ഷൻസും കൺട്രോൾസും വേണം ആർക്ക്, ഗവൺമെന്റുകൾക്ക്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലുമില്ലാത്തവനോടും 2 കാലുള്ളവനോടും കൂടി ഒരുമിച്ചങ്ങ് ഓടിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കാലില്ലാത്തവനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിവിടെ പെപ്സിയും കൊക്കോക്കോളയും വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുപ്പിയിൽ അടച്ചു വെക്കുന്ന ഡെയിലി 5000 ബോട്ടിൽ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയോട് പെപ്സിയും കൊക്കോക്കോളയും കൂടിയുണ്ട് കോമ്പീറ്റ് ചെയ്യും, കഴിവുള്ളം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് കൈവിട്ടിരുന്ന അവൻ മറ്റോ പരാജയപ്പെട്ടു. കാരണം എന്താ, അവന് മറ്റേ മനോരമയിൽ പരസ്യം കൊടുക്കാൻ പറ്റില്ല, അവന് ഹോർഡിങ് വെക്കാൻ പറ്റില്ല, അവന് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ലോകത്ത് എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ആ തദ്ദേശീയമായിട്ടുള്ള ബിസിനസ്സുകളും തകർക്കപ്പെടാതിരിക്കാൻ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മറ്റേ ടൈയും കെട്ടി സൂട്ട് വിട്ടിട്ട് ഒന്ന് ഇതുപോലെ വർത്താനം പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞ് ഞാനൊരു 3 മിനിറ്റ് അങ്ങനെ തകർത്തതിന് ശേഷം പിന്നെ എല്ലാവരുടെയും ചർച്ച എന്താന്ന് വെച്ചാൽ, 2 കൈയും 2 കാലും 2 കൈയും 2 കാലും ഉള്ളവനോടൊപ്പം ഓടാൻ നമ്മൾ ഒരിക്കലും കാലില്ലാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ നടന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി എഴുന്നേറ്റപ്പോൾ എന്നെ ഒന്ന് അഭിനന്ദിച്ചായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയ വലിയൊരു മൊമെന്റ് ആണ്. അപ്പൊ എല്ലാവരും വന്നത്, കാരണം വലിയ വലിയ വിവരമുള്ള സ്കോളറായിട്ടുള്ള ആളുകളാണ് ആ ഡിബേറ്റിൽ ഇരുന്നതല്ല. ഒരു 8-10 പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിലുള്ള കാര്യം ഇതാണ്. ഇപ്പൊ
2020 കൊണ്ടത് ഇപ്പോഴും ചട്ടങ്ങളായിട്ടില്ല ഈ നിയമത്തിന്. അപ്പൊ ഇത്തരത്തിലാകാത്തൊരു നിയമം ഇവിടെ പാസ്സാക്കുമ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, യുവജനങ്ങളെ നിങ്ങളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് റീല് കാണാം, ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാം. ഇതൊക്കെ ബ്ലഡി ഈ പറയുന്ന പോലെ പൊളിറ്റീഷ്യൻസ് ഇവന്മാരൊക്കെ ഇരുന്ന് പല സമരങ്ങളും നടത്തുമെന്നും പറഞ്ഞിരുന്നാൽ കോറോ ഹെൽത്ത് വീണ്ടും എന്ത് ചെയ്യും? ഇതേപോലെ ആൾക്കാരെ പിരിച്ചു ആവർത്തിക്കും. പണ്ടൊരിക്കൽ എന്നോട് ഇതുപോലെ TCS വർക്ക് ചെയ്യുന്ന M.Tech കഴിഞ്ഞിട്ടുള്ള ഒരു എൻ്റെ സുഹൃത്ത്, ആ സുഹൃത്ത് എന്നോട് ബാംഗ്ലൂർ വെച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് നമ്മൾ രേഷിക്ക് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു ഒരു തലവേദന ഉണ്ടാക്കണത്? പിടിക്കുന്നത്? നമ്മൾ വെറും കൂളായിട്ട് എല്ലാ സൗകര്യങ്ങളോടും നമ്മളങ്ങ് ജീവിച്ചു പോയി പോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ തെറ്റാണ് പറയണതെന്ന്. അപ്പൊ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ഒരു 10-15 വട്ടം എന്നോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സാധാരണ ഈ ആവശ്യമില്ലാത്ത ആളുകളോട് പറയാണ്ടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിടും. പക്ഷെ ഒരു ദിവസം ഞാനും പുള്ളിക്കാരെയും കൂടി പെട്ടുപോയപ്പോഴത്തേക്ക് എന്താ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ കുറച്ചുകൂടി അധികം സമയം ഇരിക്കാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്താണ് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യത്തെ ഇഗ്നോർ ചെയ്യുന്നത്? സാധാരണ എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് മറുപടി ഉള്ള ഒരാളാണല്ലോ, എന്താണ് രേഷ ഇത് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞു, വേണം വിശദമായിട്ട് പറയാം, താങ്കൾക്ക് ഡ്രൈ ആയിരിക്കും, ബോറടിക്കും. അതോ ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഒരു രാജ്യത്ത് 10% ആളുകൾ അവിടുത്തെ അനീതികൾക്കെതിരെ ശബ്ദിക്കുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ആ 10 പേരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പട്ടാളത്തെക്കാളും നമ്മുടെ പോലീസിനേക്കാളും ഒക്കെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ. കാരണം അവരെ ഉള്ളത് കൊണ്ടാണ് ബാക്കി കൂടുതൽ വൃത്തികേടുകളിലേക്ക് ഭരണകൂടം പോകാത്തത്. അതുള്ളതിന്റെ സൗജന്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ ആയി പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യ കുറച്ച് പ്രശ്നത്തിലാണ്. കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവർ വിലക്കെടുത്തുകൊണ്ട് ഈ പറയുന്ന എന്തിനാണ് വെറുതെ ഹർത്താൽ നടത്തുന്നത്, എന്തിനാണ് സമരം നടത്തുന്നത്, എന്തിനാണ് CITക്കാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ സംഭവം എത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ കോറോ ഹെൽത്തിലെ ചെറുപ്പക്കാരെങ്കിലും മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി 2020 മുതലേ സംസാരിച്ചവരിൽ CIT ഉണ്ടായിരുന്നു, IATUC ഉണ്ടായിരുന്നു, അതിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അവരോട് പരമപുച്ഛമായിരുന്നു, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത് വരെ. അതായത് നിങ്ങളുടെ ഡോറിൽ മുട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഇതാണ് അതിന്റെ വാസ്തവം. അതുകൊണ്ട് എന്നോടും ഒക്കെ ഈ പറയുന്ന പോലെ എന്തിനാണ് ഈ മാധ്യമത്തിൽ ഇരുന്ന് ഇതുപോലെയൊക്കെ പറയണതെന്ന് എന്റെ ബന്ധുക്കളടക്കം, എന്റെ കസിൻസ് ഒക്കെ അടക്കം അവരൊന്നും വാർത്തയൊന്നും കാണാറില്ല. 10 ലക്ഷം രൂപ 15 ലക്ഷം ശമ്പളം മേടിക്കുന്നവരുണ്ട്. അവനെയൊക്കെ സംബന്ധിച്ച് ഈ വാർത്തയൊക്കെ മുഴുവൻ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം നികേഷ് കുമാറിനെ കുറിച്ച് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചോദ്യം കിട്ടിയാൽ അത്ഭുതപ്പെട്ടു. ഇയാൾക്ക് എങ്ങനെയാണ് ഈ രാവിലെ ഒരു 11 ഇങ്ങനെ ചേർത്ത് നിർത്താതെ വായിട്ടടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോ ലാസ്റ്റ് അവരൊക്കെയാണ് ഈ ഗവൺമെന്റുകളുടെ തെറ്റായ കാര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്തുന്നത്. അവർ നിങ്ങളുടെ സുരക്ഷാ കവചമാണെന്ന് മനസ്സിലാക്കണം. പാർട്ടി CPM-ഉം LDF-ഉം പ്രസ്ഥാനങ്ങളും ഒക്കെ ഇത് അവരെയും പറഞ്ഞ് അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വർഗപഞ്ചകൻ ഇതുപോലെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കണം. ചെയ്താൽ ഈ രാജ്യം കുറച്ചു നാളും കൂടി ഇതുപോലെയൊക്കെ